പയ്യന്നൂരിലെ ഫണ്ട് വിവാദത്തിൽ വെളിപ്പെടുത്തലിനും അപ്പുറത്തേക്ക് വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിലെ വരികൾ CPM-ന് ഇരട്ടി പ്രഹരം സൃഷ്ടിക്കുമോ? വാക്കുകളേക്കാൾ മൂർച്ചയേറിയതായി മറ്റൊന്നുമില്ല. ഇതിനോടകം തന്നെ കണ്ണൂരിലെ പാർട്ടിയെ വരിഞ്ഞു മുറുക്കിക്കഴിഞ്ഞു വിസിൽ ബ്ലോവറായ വന്ധ്യവയോധികൻ. പാർട്ടിക്കും ടി മധുസൂദനെതിരെ അതിരൂക്ഷമായ കുറ്റപ്പെടുത്തലാണ് ആ പുസ്തകത്തിലുള്ളത്. മധുസൂദന് ബൂർഷ്വാ ശൈലിയെന്നും പാർട്ടിയിൽ ചങ്ങാത്ത മുതലാളിത്തമെന്നും കടുത്ത വിമർശനമാണ് ഉയർത്തുന്നത്. പുസ്തകത്തിന്റെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. തട്ടിപ്പിന്റെ കണാപ്പുറങ്ങളിലേക്കോ പുസ്തകം അങ്ങനെ വെളിച്ചം വീശുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അങ്ങനെ ഈ പുസ്തകത്തിൽ എന്തൊക്കെ ഒളിച്ചു വെച്ചിട്ടുണ്ട്, പൂർണ്ണമായും പുസ്തകം പുറത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്ന ഉൾക്കിടിലം എന്ന് നമുക്ക് പരിശോധിക്കാം. ടി മധുസൂദൻ MLA പേരെടുത്തും CPM കണ്ണൂർ ജില്ലാ നേതൃത്വത്തെ പൊതുവിലും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതാണ് പുസ്തകം. ടി മധുസൂദന് ബൂർഷ്വാ രാഷ്ട്രീയ ശൈലിയാണ്. പോകുന്നിടത്തെല്ലാം അദ്ദേഹം ആശ്രിതരെ സൃഷ്ടിക്കുന്നു. ആശ്രിതരെ ഉപയോഗിച്ച് ഇഷ്ടമില്ലാത്തവർക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നു. ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ അത് മരണം വരെ പകയായി സൂക്ഷിക്കുന്നു എന്നിങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കുഞ്ഞികൃഷ്ണൻ. ധനരാജ് രക്തസാക്ഷി ഫണ്ട്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട്, CPM ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട്, ഈ 3 ഫണ്ടുകളുടെയും കണക്കുകൾ വരവ് ചിലവ് കണക്കുകളാക്കി ഒരു ബാലൻസ് ഷീറ്റിൽ എന്നതുപോലെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പാർട്ടി സാധാരണ തെരഞ്ഞെടുപ്പ് പാർട്ടിയായി മാറി. പാർട്ടിക്കുള്ളിൽ ചങ്ങാത്ത മുതലാളിത്തമാണ്. ചങ്ങാത്ത മുതലാളിത്തത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ കേരളത്തിലെ നേതാക്കന്മാരെ പരിശോധിച്ചാൽ മതി എന്നിങ്ങനെ അതിരൂക്ഷമായി കുറ്റപ്പെടുത്തുന്നുണ്ട് കുഞ്ഞികൃഷ്ണൻ. പയ്യന്നൂരിലെ വിഭാഗീയത നേതൃത്വത്തിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമാണെന്ന് കുഞ്ഞികൃഷ്ണൻ പുസ്തകത്തിൽ പറയുന്നു. സാമ്പത്തിക വിഷയത്തിൽ യഥാസമയം ഇടപെട്ടിരുന്നുവെങ്കിൽ പ്രശ്നം പരിഹരിക്കാമായിരുന്നുവെന്നും നിർദ്ദേശമുണ്ട്. ചിലയിടത്ത് വേദനിക്കുന്ന പാർട്ടി പ്രവർത്തകനായും മറ്റു ചിലയിടങ്ങളിൽ കർക്കശക്കാരനായ ഓഡിറ്ററായും പ്രത്യക്ഷപ്പെടുന്നുണ്ട് വി കുഞ്ഞികൃഷ്ണൻ ഈ പുസ്തകത്തിൽ. ഒടുവിൽ VS അച്യുതാനന്ദന് പുസ്തകം സമർപ്പിച്ചാണ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ CPM-നെ പടുകുഴിയിലാക്കിയ കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയുണ്ടായ കോലാഹലങ്ങൾ കേരളം മറന്നിട്ടേയില്ല. രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പെന്ന ആരോപണത്തിന് പിന്നാലെ വസ്തുതകൾ അന്വേഷിക്കുന്നതിന് പകരം ആ വന്ധ്യവയോധികനെ കുലംകുത്തിയായും വർഗവഞ്ചകനായും ചിത്രീകരിച്ച് മുച്ചോട് മുടിക്കാനാണ് കണ്ണൂരിലെ പാർട്ടി ശ്രമിച്ചത്. പയ്യന്നൂരിലെ വീട്ടിലേക്ക് കൊലവിളിയുമായി അണികൾ ഉറഞ്ഞു തുള്ളിയത് കേരളം മറന്നുപോയിട്ടേയില്ല. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി. കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചെത്തിയവരിൽ ഒരാളുടെ ബൈക്ക് കത്തിനശിച്ചതും ആരും മറന്നിട്ടില്ല. മറന്നു പോകരുത്. പുസ്തകം മലയാളികളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ ഇത്തരം ഭീഷണികളെ തള്ളിക്കളയാനാകില്ല. കൂടെ കിടന്നവനെ രാപ്പനി അറിയുകയുള്ളൂ. പ്രതിഷേധം മുൻകൂട്ടി കാണുന്നുണ്ട്. അങ്ങനെ കുഞ്ഞികൃഷ്ണൻ പുസ്തക പ്രകാശനം കുളമാകാതിരിക്കാൻ കോടതിയിലെത്തിയ കുഞ്ഞികൃഷ്ണന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു ഹൈക്കോടതി. പുസ്തക പ്രകാശന പരിപാടിക്ക് പോലീസ് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് ആ ഉത്തരവ് വരുന്നത്. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെയും ടി മധുസൂദൻ MLA-യും എതിർകക്ഷികളാക്കിയ ഹർജിയിൽ ഇരുവർക്കും നോട്ടീസും അയച്ചിരിക്കുകയാണ്. കുഞ്ഞികൃഷ്ണന്റെ ഇതിലുള്ള പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. ഇന്ന് വന്നത് ഒരു ഭീതിയുമില്ല. ഇത് ചടങ്ങലങ്കുലമാകരുത് എന്നതാണ്. കാരണം അത് ഏത് സമയത്തും സംഭവിക്കാമല്ലോ ചെയ്യാൻ തീരുമാനിച്ചാൽ. അപ്പം അതിലൊന്നും ഒരു ഭീതിയുമില്ല. ഭീതി ഉണ്ടായ പിന്നെ നടക്കാനേ കഴിയില്ല. പുസ്തകത്തിലെ കുറച്ച് പരാമർശങ്ങളൊക്കെ ചില പേജുകളൊക്കെയാണ് പുറത്തു വന്നിട്ടുണ്ട്. അത് എങ്ങനെ ചോർന്നിട്ടുണ്ട്. അത് എവിടുന്ന് ചോർന്നൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കില്ല. അല്ല, അത് പുസ്തകം വരുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാമല്ലോ. പിന്നെ എന്തിനാണ് അഡ്വാൻസായി അങ്ങനെ ഒരു കാര്യം. പാർട്ടിയിലെ ശരികേടുകൾക്കെതിരെ പടപ്പുറപ്പാടിനിറങ്ങിയ കുഞ്ഞികൃഷ്ണന് വർഗവഞ്ചകന്റെ പട്ടം ചാർത്തിയ പാർട്ടിക്ക് അതേസമയം അല്പം തെറ്റിയിട്ടുണ്ട്. എന്തും സഹിക്കും കണ്ണൂരിലെ പാർട്ടിക്കാർ. പക്ഷേ രക്തസാക്ഷി ഫണ്ട് പുട്ടടിച്ചോ എന്ന സംശയം നെഞ്ചിലേക്ക് പതിഞ്ഞു പോയവരുമുണ്ടെന്ന് വെളിപ്പെടുകയാണ്. കുഞ്ഞികൃഷ്ണനെതിരായ നടപടിക്ക് പിന്നാലെ പയ്യന്നൂരിൽ CPM-ൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. കുർക്കര ബ്രാഞ്ചിൽ യോഗം ബഹിഷ്കരിച്ച് അംഗങ്ങൾ 12 പേരാണ് യോഗം ബഹിഷ്കരിച്ച് നടപടി അംഗീകരിക്കില്ലെന്ന് ബ്രാഞ്ച് അംഗങ്ങൾ നിലപാട് സ്വീകരിച്ചത്. വളരെ സ്ഫോടനാത്മകമാണോ കണ്ണൂരിലെ പാർട്ടിയിലെ ഇപ്പോഴത്തെ അവസ്ഥ? ഫെലിക്സ് കണ്ണൂരിൽ നിന്നും വിശദീകരിക്കും. ഫെബ്രുവരി 4-നാണ് വി കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ്. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്ന ചടങ്ങിൽ ജോസഫ് C. മാത്യു പുസ്തകം പ്രകാശനം ചെയ്യും.
ഈ ചടങ്ങിന് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ കോടതിയെ സമീപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പോലീസിന് സുരക്ഷ നൽകണമെന്ന നിർദ്ദേശവും നൽകി. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിനും പയ്യന്നൂർ MLA TI മധുസൂദനും കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കുന്നത് തന്നെ ആക്രമിക്കുമോ എന്ന ഭയം തനിക്കില്ല, പക്ഷേ ഈ ചടങ്ങ് അലങ്കോലമാക്കുമോ എന്ന സംശയമുണ്ട്. കാരണം നേരത്തെ BJPയും കോൺഗ്രസും പയ്യന്നൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിനിടെ CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അക്രമമുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് ഹർജി സമർപ്പിച്ചത് എന്നതാണ് കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കുന്നത്. ഒരു ഭീതിയുമില്ല, ഇത് ചടങ്ങ് അലങ്കോലമാകരുത് എന്നതാണ്. കാരണം അത് ഏത് സമയത്തും സംഭവിക്കാമല്ലോ ചെയ്യാൻ തീരുമാനിച്ചാൽ. അപ്പം അതിലൊന്നും ഒരു ഭീതിയുമില്ല. ഭീതി ഉണ്ടായ പിന്നെ നടക്കാനേ കഴിയില്ല. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയതോടെ പയ്യന്നൂരിലെ പാർട്ടി അണികൾ നേതൃത്വത്തിനെതിരെ കടുത്ത അമർഷം പ്രകടിപ്പിക്കുകയാണ്. ഇന്നലെ കൂർക്കര എന്ന സ്ഥലത്ത് ബ്രാഞ്ച് യോഗം ചേരേണ്ടതായിരുന്നു. ആകെ 17 അംഗങ്ങളാണുള്ളത്. അതിൽ 12 പേരും പങ്കെടുത്തില്ല, 5 പേർ മാത്രമാണ് പങ്കെടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്വാറം തികയാത്തതിനെ തുടർന്ന് ബ്രാഞ്ച് യോഗം തന്നെ മാറ്റിവെക്കേണ്ടി വന്നു. ഇന്ന് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബ്രാഞ്ച് യോഗം ചേരുന്നത്. കണക്കുകളിൽ ഇതുവരെയും ഒരു സുതാര്യത ഉണ്ടായിട്ടില്ല, അതാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ കുഞ്ഞികൃഷ്ണനെതിരായ നടപടിയെ പൂർണ്ണമായി അംഗീകരിക്കാൻ ഇപ്പോഴും പയ്യന്നൂരിലെ പാർട്ടി അണികൾ തയ്യാറല്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇതിലും പരസ്യ പ്രതികരണത്തിന് ആരും തയ്യാറല്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതെങ്ങനെ CPMന് തിരിച്ചടി ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.